ഹായ് ഗായ്സ്. സോ ഓപ്പറേഷൻ തൂഫാൻ ഇപ്പോൾ കേരളത്തിലെ ഒരു ട്രെൻഡായിട്ട് അല്ലെങ്കിൽ വാരിക്കോരി ആഘോഷിക്കുന്ന ഒരു കാര്യമാണ് ഓപ്പറേഷൻ തൂഫാൻ. ഡ്രഗ്സിനെതിരെയുള്ള സർക്കാർ കൊണ്ടുവന്ന ഒരു നയമാണ് ആൻഡ് ഇറ്റ് ഈസ് വർക്കിംഗ് ഔട്ട് വെൽ, റൈറ്റ്? പക്ഷേ അത് മാത്രം മതിയോ? അതുകൊണ്ട് എന്തെങ്കിലും ഉപയോഗം ഉണ്ടാകുന്നുണ്ടോ? ഡസ് ഇറ്റ് ഹാവ് എനി കോൺസിക്വൻസസ്? ഡസ് ഇറ്റ് ഹാവ് റിസൾട്ട്സ്? അല്ലെങ്കിൽ പിടികൂടുന്നത് മാത്രമാണോ ഓപ്പറേഷൻ തൂഫാൻ അല്ലെങ്കിൽ ഡ്രഗ്സിനെതിരെയുള്ള ഒരു പോരാട്ടമായിട്ട് നമ്മൾ കാണേണ്ടത്? ഇൻ മൈ ഒപ്പീനിയൻ, നോ. ഇത് മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ, ലുക്ക്, പണ്ട് കാലങ്ങളിൽ അല്ലെങ്കിൽ കാല കാലങ്ങളോളം ബേസിക്കലി ഒരു ജെൻഡർ നോക്കുവാണെങ്കിൽ മെയിൽ ജെൻഡറിലെ ആൾക്കാരാണ് കൂടുതലായിട്ട് ഡ്രഗ്സിലോട്ട് പോയിട്ടുള്ളത്. ആൽക്കഹോൾ ആയിക്കോട്ടെ, മയക്കുമരുന്ന് ആയിക്കോട്ടെ, കഞ്ചാവ് ആയിക്കോട്ടെ. ഐ മീൻ ആ ഒരു റേഷ്യോ നോക്കുവാണെങ്കിൽ മെയിൽ അല്ലെങ്കിൽ മെയിൽ ജെൻഡറിൽ പെടുന്ന ആൾക്കാരാണ് കൂടുതലായിട്ട് ഡ്രഗ്സിലോട്ട് കണ്ടിട്ടുള്ളത്. കണക്കുകൾ പ്രകാരം അങ്ങനെയാണ്. ആൻഡ് ഇറ്റ് ഈസ് ബിക്കോസ് നോട്ട് ദാറ്റ് ഫീമെയിൽസിന് ആരും അറിഞ്ഞില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ കാണില്ല, അറിയില്ല കേട്ടോ, എനിക്കറിയില്ല പേഴ്സണലി. പക്ഷേ ആൾക്കാർ കൂടുതൽ എക്സ്പോഷർ ആകുമ്പോൾ, കൂടുതൽ ജീവിതം കാണുമ്പോൾ, കൂടുതൽ ലൈഫ് കാണുമ്പോൾ അതിൽ ഉൾപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഡ്രഗ്സ്. നമ്മുടെ ലോകത്തുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അതിൽ ഇൻവോൾവ് ആകാൻ ആൾക്കാർ ശ്രമിക്കും. പിയർ പ്രഷർ കൊണ്ട് ചിലപ്പം ഉണ്ടാവാം. സോ ബേസിക്കലി ഒരു 16 വയസ്സിൽ അല്ലെങ്കിൽ 18 വയസ്സിൽ പിയർ പ്രഷർ മൂലമാണ് മിക്കപ്പോഴും ആൾക്കാർ ഡ്രഗ്സിലോട്ട് പോകുന്നത്. ബട്ട് വൺ തിങ് ദറ്റ് ഐ ഒബ്സർവ്ഡ്, അതായത് പണ്ട് കാലങ്ങളിൽ ഡ്രഗ്സ് അപ്പോഴും ഉണ്ട്, ഇപ്പോഴും ഉണ്ട് ഡ്രഗ്സ്. പക്ഷെ അന്ന് ഈ ഒരു ഇമ്പോർട്ടഡ് സ്റ്റഫ്സ് ലൈക്ക് പൊടി, പോലുള്ള MDMA പോലുള്ള സംഗതി കുറവായിരുന്നു. കഞ്ചാവൊക്കെ അന്നും ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അന്നും ഇത് ഉപയോഗിക്കുന്ന ലെവൽ കുറവായിരുന്നു. ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു, പക്ഷെ ഉപയോഗിക്കുന്ന ലെവൽസ്, ക്വാണ്ടിറ്റി കുറവായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു ട്രെൻഡായിട്ട് മാറുകയും സിനിമയിലും മറ്റ് ഒരു എന്താ പറയുക പോപ്പ് കൾച്ചറിലെല്ലാം ഭയങ്കര ട്രെൻഡായിട്ട് മാറുന്ന ഒരു സംഗതി ഇപ്പോൾ ഡ്രഗ്സ് അങ്ങനെ ആയി മാറുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ കുട്ടികൾ അല്ലെങ്കിൽ ടീനേജേഴ്സ്, യങ്സ്റ്റേഴ്സ് ആർ മോർ അട്രാക്റ്റഡ് ടു ദീസ് തിങ്സ്. സെക്കൻഡ് ഈസ് ദാറ്റ് പണ്ടല്ല, ഒട്ടുമിക്ക സ്ഥലങ്ങളിലും കളിക്കാൻ സ്ഥലങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ കളിക്കാൻ സ്ഥലങ്ങളില്ല. ഒരു പൊതുവായിട്ട് വൈകുന്നേരങ്ങളിലോ രാവിലെയോ ആൾക്കാർക്ക് പോയി കളിക്കാൻ, അല്ലെങ്കിൽ കുട്ടികൾക്ക് പോയി കളിക്കാനും അവരുടെ എനർജി മൊത്തം സ്പെൻഡ് ചെയ്യാനും ഉള്ളൊരു ഒരു ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ ഉണ്ടാവുന്നില്ല, ആസ് പെർ മൈ ഒബ്സർവേഷൻ. കാരണം വെച്ചാൽ ഞാൻ കൊച്ചിലെ കളിച്ച് വളർന്ന ആ ഒരു സ്ഥലമൊക്കെ ഇപ്പോൾ മൊത്തം വീടുകളാണ്. ഇത് പണ്ട് ആരുടെ പ്രോപ്പർട്ടിയാണ്, നമ്മൾ ആ പ്രോപ്പർട്ടി മേടിക്കുന്നതും അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കാണുന്നതും നമ്മൾ കുറ്റം പറയുന്നില്ല. പക്ഷേ ആ സ്ഥലങ്ങളൊന്നും ഇപ്പോൾ ഇല്ല. പാടങ്ങൾ നികത്തി അവിടെ ബിൽഡിങ്സായി. ഇപ്പോൾ ഞാൻ പണ്ട് കളിച്ചിരുന്ന ഒരു കാവിൻ്റെ ബാക്കിലാണ്. അപ്പോൾ കാവിൻ്റെ ബാക്കിൽ ഇപ്പം വീടുകൾ വന്നു. ഇപ്പോൾ എവിടെയൊക്കെ ഗ്രൗണ്ടിലുണ്ടോ അല്ലെങ്കിൽ കളിക്കാൻ പോകുന്നുണ്ടോ അവിടെയെല്ലാം ഒരു മേ ബി 2 or 3 years അവിടെ കളിക്കാൻ പറ്റാതാവുകയാണ്. ഒരു ചെറിയ സ്ഥലം കിട്ടിയാൽ മതി, ആൾക്കാർ അവിടെ കൂടിക്കോളും. നമ്മളവിടെ തന്നെ കുറേ ആൾ കളിക്കായിരുന്ന ഒരു ചെറിയ സ്ഥലത്ത് കളി തുടങ്ങിയപ്പോൾ എത്ര പേരാ വന്നതെന്ന് അറിയാമോ? ഐ മീൻ അച്ഛനും അതിനേക്കാളും വയസ്സ് കൂടിയ ആൾക്കാർ വരെ അവിടെ കളി കാണാനും കളിക്കാനും വന്നു. സോ അത്രത്തോളം ആഗ്രഹമുണ്ട് ആൾക്കാരുടെ മനസ്സിൽ ഈ കളി സ്ഥലങ്ങളോടും കളിക്കാൻ പോകാനൊക്കെ. സോ ആ ഒരു കൾച്ചർ അല്ലെങ്കിൽ ആ ഒരു ഓപ്പർച്യൂണിറ്റി ഇപ്പോഴത്തെ കുട്ടികൾക്ക് കിട്ടുന്നില്ല. അതൊരു മെയിൻ പ്രശ്നമാണ്, ഭയങ്കര പ്രശ്നമാണ്. അതായത് കാരണം വെച്ചാൽ പിള്ളേരുടെ മെൻറ്റാലിറ്റി അല്ലെങ്കിൽ പിള്ളേരുടെ മെൻ്റൽ എനർജി, അവർക്ക് ഇഷ്ടം പോലെ എനർജി അവരുടെ മനസ്സിലും അവരുടെ ബോഡിയിലും ഉണ്ട്. സോ അത് നമുക്ക് ഇൻവോൾവ് ആക്കാനും അത് ചിലവാക്കാനും ഉള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരിക്കണം. സോ പണ്ട് കാലങ്ങളിൽ അത് കളിസ്ഥലങ്ങളായിരുന്നു. അപ്പോൾ അത് ഇപ്പം പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വേറെ ചാൻസസ്, വേറെ രീതികൾ കൊണ്ടുവരണം, അല്ലാതെ നടക്കില്ല. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി വേറെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഈ സോഷ്യൽ അവയർനെസ് ക്ലാസ്സുകളുണ്ടല്ലോ, പോലീസുകാരുടെ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, അത് മെയിൻലി അത് ഉപയോഗിക്കാതിരിക്കാനുള്ളത് മാറ്റിയിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരെ കണ്ടുപിടിക്കാൻ. ഫോർ എക്സാമ്പിൾ അവർ യൂസ് ചെയ്യുന്ന ടേംസ്, ഞാൻ ഒരു റോഷൻ ആൻഡ്രൂസിൻ്റെ ആണെന്ന് തോന്നുന്നു ഒരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ടുള്ളത്. അതായത് മെയിനായിട്ട് ഇപ്പോൾ നമ്മുടെ സിബ്ലിങ്സോ നമ്മളെ കൂട്ടുകാരോ ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അറിയണമെങ്കിൽ അവർ യൂസ് ചെയ്യുന്ന പ്രത്യേകതരം വേർഡ്സ് ഒക്കെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ MDMAക്ക് അല്ലെങ്കിൽ കഞ്ചാവ് എടുക്കുന്നതിന് സ്കോർ ചെയ്യുക, പാക്ക്, പി എന്നൊക്കെ പറയുന്ന സംഭവം ഉണ്ടല്ലോ. ആ ഒരു വേർഡ്സ് വൊക്കാബുലറി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അത് ഫ്രണ്ട്സ് ആയിക്കോട്ടെ, സിബ്ലിങ്സ് ആയിക്കോട്ടെ, പാരൻസ് ആയിക്കോട്ടെ, അവർക്ക് ഗുണകരമായിരിക്കും. കാരണം അവർക്ക് മനസ്സിലാവും ഇന്നയാൾ ഉപയോഗിക്കുന്നുണ്ട്, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ റിപ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അവരുടെ തന്നെ ഒരു സമീപനത്തോടെ അവരെ വേണമെങ്കിൽ ഡ്രഗ്സിൽ നിന്ന് മാറ്റി നിർത്താം. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോയിന്റ്, കളിസ്ഥലങ്ങളിലെ ആ കാര്യം. കളിസ്ഥലങ്ങളിൽ ഇപ്പം ഉണ്ട്, ടർഫുകളുണ്ട്. പക്ഷേ ടർഫുകൾ ഒരു 100-200 രൂപ കൊടുത്താൽ മാത്രം കളിക്കാൻ കഴിയുന്ന ഒരു ഗ്രൂപ്പ്. ഐ മീൻ അതൊരു 7-8 പേരാകുമ്പം ചെറിയ എമൗണ്ട് ആവുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും അത്രയും പോലും പേ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ട്, അവിടെ മനസ്സിൽ വെച്ചേക്കണം. സോ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാനുള്ളത്. ആൻഡ്
ഫ്രണ്ട് സർക്കിൾ, സൊസൈറ്റി, ഫാമിലി ഇതെല്ലാം വലിയ റോൾ പ്ലേ ചെയ്യുന്നുണ്ട് ടു ഡിക്രീസ് ദിസ് ഡ്രഗ്സ്. ഇപ്പോൾ ഒരു ചെറിയ ടെൻഷൻ വന്നാൽ കൂടി ആൾക്കാർ അല്ലെങ്കിൽ അവർ ആ ഡ്രഗ്സിലോട്ട് പോവുകയാണ്. ആൻഡ് ഐ ഡോണ്ട് നോ ഓപ്പറേഷൻ തൂഫാൻ എന്നൊരു സംഗതി വിജയകരമാകട്ടെ ഞാൻ എൻ്റെ ആഗ്രഹം, എല്ലാവരുടെ ആഗ്രഹം. പക്ഷേ അത് ഒരു ക്യാപ്ചർ അല്ലെങ്കിൽ ആൾക്കാരെ പിടികൂടുക എന്ന് മാത്രം ആയിക്കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ ഈസ് ദാറ്റ് അവർ വേറെ വഴികൾ നോക്കും, ഡ്രഗ്സ് അല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങളോട്ട് പോകും. സോ നമുക്ക് ആ ഒരു എന്താ പറയുക, ആ ഒരു എനർജി അല്ലെങ്കിൽ അവരുടെ ഒരു മെൻറ്റാലിറ്റിനെ മാറ്റണമെങ്കിൽ there should be a revolution, there should be a change, there should be another opportunity, another chance which can be used in a good way. ആ ഒരു ചാൻസ് ക്രിയേറ്റ് ചെയ്ത് എല്ലാവരും അങ്ങോട്ട് ആകർഷിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ എല്ലാവർക്കും ഇതിനകത്ത് റോളുണ്ട്. പാരൻസ് ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, സൊസൈറ്റി ആയിക്കോട്ടെ, എവ്രി വൺ, നോട്ട് ഓൺലി ദി ഗവൺമെൻറ്, എല്ലാവർക്കും വലിയ തോതിലുള്ള ഒരു ഇൻവോൾവ്മെൻറ്റിനകത്ത് വേണം. ആൻഡ് ഐ ഹോപ്പ് ദാറ്റ് അവർ കേരള, നമ്മളെ പണ്ട് കേരളം എത്രമാത്രം സൂപ്പറായിരുന്നോ, എത്രമാത്രം സുരക്ഷിതമായിരുന്നോ, അങ്ങനെ ആയിക്കോട്ടെ, അങ്ങനെ ആവണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഐ എം സൈനിങ് ഓഫ്. ബൈ.